ഹായ് എവരിവൺ, ഫോറക്സിൽ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആവുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് യൂസ് ചെയ്ത് എങ്ങനെ പൊസിഷൻ സൈസിങ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഇവിടെ കറൻസി പെയർ സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ ഗോൾഡ് ആണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കറൻസി പെയർ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓരോ കറൻസി പെയറിനും പിപ്പ് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ അക്കൗണ്ട് കറൻസി സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ടിൽ ഏത് കറൻസിയിലാണ് ക്യാപിറ്റൽ കിടക്കുന്നത് എന്ന് നോക്കുക. എൻ്റേത് ഇവിടെ USDയിലാണ്, അതുകൊണ്ട് ഞാൻ USD എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ട് സൈസിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എത്രയാണെന്ന് കൊടുക്കണം. ഞാൻ ഇവിടെ $5000 എന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് റിസ്ക് റേഷ്യോ ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റലിൻ്റെ 1% ആണ് ഞാൻ റിസ്ക് ചെയ്യുന്നത്. ക്യാപിറ്റലിൻ്റെ 1%ഓ 2%ഓ മാത്രം റിസ്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളും അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. ഇവിടെ സോപ്പ് വിത്ത് മണി എന്നുണ്ട്. അതിൽ ഇത്ര റിസ്ക് എമൗണ്ടിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. 1% എന്ന് വെച്ചാൽ 5000ൻ്റെ 1% 50 എന്നും കൊടുക്കാവുന്നതാണ്. ഞാൻ പെർസെൻറ്റേജ് രൂപത്തിൽ തന്നെ കൊടുത്തു പോവുകയാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് വാല്യൂ കൊടുക്കണം. ഇവിടെ പിപ്പ് വാല്യൂ കൊടുക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ട്രേഡ് വ്യൂ എടുക്കുക. ട്രേഡ് വ്യൂവിൻ്റെ ഷോർട്ട് പൊസിഷൻ്റെയും ലോങ് പൊസിഷൻ്റെയും ടൂള് സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ 301 എന്ന വാല്യൂ കണ്ടോ, അതാണ് നമ്മൾ റിസ്ക് ചെയ്യുന്ന പിപ്പ്. ആക്ച്വൽ പിപ്പ് ഫസ്റ്റത്തെ 2 ഡിജിറ്റ് ആണ്, ബട്ട് കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 3 ഡിജിറ്റ് തന്നെ കൊടുക്കണം. ദെൻ ട്രേഡ് സൈസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട, കാൽക്കുലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമുക്ക് റിസ്ക് ചെയ്യുന്ന എമൗണ്ടിലും കാണാം, പിന്നെ എത്ര ലോഡ് സൈസിൽ നമ്മൾ ട്രേഡ് എടുക്കണം എന്നും കാണാം. 0.17 ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നിവിടെ കാണുന്നുണ്ട്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ലിങ്ക് നിങ്ങൾക്ക് DM ൽ കിട്ടും.